ഒരു പ്രഭാതത്തിൽ ഉദിച്ചുയരുന്ന ചുവന്ന സൂര്യനെ കണ്ട കുഞ്ഞു ഹനുമാൻ അതൊരു മധുരമുള്ള പഴമാണെന്ന് തെറ്റിദ്ധരിച്ചു. വിശപ്പ് സഹിക്കവയ്യാതെ ആ പഴം സ്വന്തമാക്കാനായി ഹനുമാൻ ആകാശത്തേക്ക് ഒരൊറ്റ കുതിച്ചുചാട്ടം നടത്തി. പവനപുത്രനായതിനാൽ ഹനുമാന് കാറ്റിനേക്കാൾ വേഗത്തിൽ പറക്കാൻ കഴിഞ്ഞു. അന്ന് സൂര്യനെ ഗ്രസിക്കാൻ രാഹുവും ആകാശത്തെത്തിയിരുന്നു. എന്നാൽ സൂര്യനെ ലക്ഷ്യമാക്കി വരുന്ന ഹനുമാനെ കണ്ടപ്പോൾ രാഹു ഭയന്നു പിന്മാറി. ഇതുകണ്ട് കോപിച്ച ദേവേന്ദ്രൻ തന്റെ വജ്രായുധം ഹനുമാനു നേരെ പ്രയോഗിച്ചു. ആ ആയുധം ഹനുമാന്റെ താടിയിൽ തട്ടി അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കുകയും ഭൂമിയിലേക്ക് വീഴ്ത്തുകയും ചെയ്തു. പ്രിയപുത്രന് പരിക്കു പറ്റിയത് കണ്ട് കോപാകുലനായ വായുദേവൻ ലോകത്തിലെ വായുസഞ്ചാരം നിശ്ചലമാക്കി. ഇതോടെ സർവ്വജീവജാലങ്ങളും ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ലോകത്തെ രക്ഷിക്കാനായി എല്ലാ ദേവന്മാരും ഒത്തുകൂടി. ബ്രഹ്മാവും വിഷ്ണുവും സൂര്യനും ഇന്ദ്രനുമെല്ലാം ഹനുമാനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് അതിശക്തമായ അനുഗ്രഹങ്ങൾ നൽകി. അങ്ങനെ താടിയെല്ലിനു പരിക്കേറ്റവൻ എന്ന അർത്ഥത്തിൽ ഹനുമാൻ എന്നു പേരു ലഭിച്ച അദ്ദേഹം എല്ലാ വിഘ്നങ്ങളെയും തരണം ചെയ്യുന്ന ചിരഞ്ജീവിയായി മാറി.